അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആകാശം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിന് പ്രബോധനം നൽകുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എങ്കിലും അവയുടെ സന്ദേശം ഭൂമി മുഴുവനും എത്തുന്നു. അത് ലോകത്തിന്റെ അതിർത്തിയോളം വ്യാപിക്കുന്നു. അവിടുന്ന് സൂര്യന് ഒരു കൂടാരം തീർത്തിരിക്കുന്നു. മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെ പോലെ, ഓടാനൊരുങ്ങുന്ന മല്ലനെ പോലെ അവൻ ആനന്ദിക്കുന്നു. ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് സൂര്യൻ മറ്റേ അറ്റത്ത് അവന് ശയ്യ വിരിച്ചിരിക്കുന്നു. അവന്റെ ചൂടിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. കർത്താവിന്റെ പ്രമാണം കറയേറ്റതാകുന്നു. അത് ആത്മാവിനെ നേർവഴിയിൽ നയിക്കുന്നു. കർത്താവിന്റെ കൽപ്പന വിശ്വാസ്യമാകുന്നു. അത് ശിശുക്കൾക്ക് വിജ്ഞാനമേകുന്നു. കർത്താവിന്റെ നിയമം നീതിയുക്തമാണ്. അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം ഉത്കൃഷ്ടമാണ്. അത് നേത്രങ്ങളെ ദീപ്തമാക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി പവിത്രമാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യസന്ധവും സകലത്തിലും നീതിയുക്തവുമാണ്. സ്വർണത്തെയും രത്നത്തെയും കാൾ അത് ശ്രേഷ്ഠമാണ്. തേനിനെയും തേൻകട്ടയും കാൾ മധുരവുമാണ്. അങ്ങയുടെ ദാസൻ അവയിൽ ശ്രദ്ധാലുവായിരിക്കും. അവ പാലിച്ചാൽ അവന് പ്രതിസമ്മാനം ലഭിക്കും. സ്വന്തം തെറ്റുകൾ ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും? അറിയാത്ത കുറ്റങ്ങളിൽ നിന്ന് എന്നെ മോചിക്കണമേ. ദുഷ്ടതയിൽ നിന്ന് അങ്ങയുടെ ദാസനെ തടയണമേ. ദുഷ്ടർ എന്റെ മേൽ ശക്തിപ്പെടാതിരിക്കട്ടെ.
അപ്പോൾ ഞാൻ പാപത്തിൽ നിന്ന് ശുദ്ധനാകും. എന്റെ സഹായം രക്ഷകനുമായ കർത്താവേ, എന്റെ വാക്കുകളെല്ലാം അങ്ങേ പ്രീതിപ്പെടുത്തട്ടെ. എന്റെ ഹൃദയ വിചാരങ്ങൾ അങ്ങ് അറിയുന്നല്ലോ. കഷ്ടതയുടെ ദിനത്തിൽ കർത്താവ് നിനക്ക് ഉത്തരമരുളട്ടെ. യാക്കോബിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ സ്ഥലത്തു നിന്ന് അവിടുന്ന് സഹായം നൽകും. സിഹ്യോനിൽ നിന്ന് സംരക്ഷണമേകും. കർത്താവ് നിന്റെ ബലികളെല്ലാം ഓർമ്മിക്കട്ടെ. നിന്റെ ദഹനബലികൾ സ്വീകാര്യമാകട്ടെ. കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കട്ടെ. അവിടുന്ന് നൽകിയ രക്ഷയെ പ്രതി ഞങ്ങൾ ആനന്ദകീർത്തനങ്ങൾ പാടും. തിരുനാമത്തിൽ ഞങ്ങൾ അഭിമാനിക്കും. കർത്താവ് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റട്ടെ. ദൈവം ശക്തമായ കരത്താൽ അഭിഷിക്തനെ രക്ഷിച്ചെന്നും സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളിയെന്നും ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. ചിലർ രഥങ്ങളെയും മറ്റു ചിലർ കുതിരകളെയും ആശ്രയിക്കുന്നു. ഞങ്ങളോ കർത്താവിന്റെ നാമത്തിൽ ശക്തി നേടും. അവർ നിലം പതിക്കും, ഞങ്ങളോ ഉറച്ചു നിൽക്കും. കർത്താവ് ഞങ്ങളെ രക്ഷിക്കും. അവിടുന്ന് രാജാവായി വാഴും. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളും. കർത്താവേ, അങ്ങയുടെ ശക്തിയിൽ രാജാവ് ആനന്ദിക്കുന്നു. അങ്ങയുടെ രക്ഷയിൽ അത്യധികം ആഹ്ലാദിക്കുന്നു. അവന്റെ ഹൃദയാഭിലാഷം അങ്ങ് നിറവേറ്റി. അവന്റെ അധരങ്ങളുടെ അർത്ഥന അങ്ങ് നിരസിച്ചില്ല. വിശിഷ്ടമായ അനുഗ്രഹം അങ്ങ് അവന് മുൻകൂട്ടി നൽകി. മഹിമയുടെ കിരീടം അവന്റെ ശിരസിൽ അണിയിച്ചു. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു. അങ്ങ് അവന് നിത്യായുസ് നൽകി. അങ്ങയുടെ രക്ഷയാൽ അവന്റെ ശ്രേയസ് ഉയർന്നു. അങ്ങ് അവന് പ്രഭയും മഹത്വമേകി. അങ്ങ് അവനെ എന്നേക്കും അനുഗ്രഹമാക്കി. തിരുമുഖ പ്രസാദത്താൽ അവനെ ആനന്ദഭരിതനാക്കി. രാജാവ് കർത്താവിൽ ആശ്രയിച്ചു. അത്യുന്നതന്റെ കൃപയാൽ അവൻ അചഞ്ചലനായിരിക്കും. അങ്ങയുടെ കരം സകല വൈരികളെയും കണ്ടെത്തും. വലം കൈ അങ്ങേ വെറുക്കുന്നവരെ തേടിപ്പിടിക്കും. ക്രോധകാലത്ത് അവരെ എരിയുന്ന ചൂള പോലെയാക്കും. കോപാഗ്നിയിൽ അവരെ ദഹിപ്പിക്കും. അഗ്നി അവരെ വിഴുങ്ങിക്കളയും. ഭൂമിയിൽ നിന്ന് അവരുടെ ഫലങ്ങൾ അങ്ങ് നശിപ്പിക്കും. മനുഷ്യവംശത്തിൽ നിന്ന് അവരുടെ സന്തതികളെയും. അവർ അങ്ങേക്കെതിരായി തിന്മ വിചാരിച്ചു. ദുരാലോചന നടത്തി, എന്നാൽ അവർ അതിൽ വിജയിച്ചില്ല. അങ്ങ് അവരിൽ കുറ്റം ആരോപിക്കും. അവർക്കെതിരെ അങ്ങ് സന്നാഹമൊരുക്കും. കർത്താവേ, അങ്ങയുടെ ശക്തിയിൽ അങ്ങ് മഹത്വപ്പെടട്ടെ. അങ്ങയുടെ പ്രഭാവം ഞങ്ങൾ പാടിപ്പുകഴ്ത്തട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുവാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധമായ ആത്മാവ് കാപട്യത്തിൽ നിന്ന് ഓടിയകലും. ദൈവം നൽകിടും ഔദാര്യം കൈവശമുള്ളോരാത്മാവേ, പാപച്ചേറ്റിലുടനീടാൻ കാരണമെന്തിഹ ചൊല്ലൂ നീ. ദൈവിക രാജ്യം പൂകിടാൻ നന്മയിലനിശം നീങ്ങുക നീ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ പശ്ചാത്തപിക്കുവിൻ. ദിവ്യവിരുന്നിന് വന്നെത്തും ആത്മാവേ നീ ഓർക്കേണം. അനുതാപത്തിൻ തിരുവസ്ത്രം ചാത്തിയൊരുങ്ങണമല്ലായെങ്കിൽ ദൈവിക ഭോജനശാലയതിൽ ചേരാനാവില്ലൊരു നാളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അന്ത്യവിധിക്കായി നിൽക്കുമ്പോൾ അനുതാപത്തിനിടമില്ല. അർത്ഥന ചെയ്യാൻ നിൻ കൈകൾ തെല്ലുമുയർത്താൻ കഴിയില്ല.
നിത്യവിരുന്നിനണഞ്ഞിടാൻ അണിയുക ദൈവിക വസ്ത്രങ്ങൾ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി. ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും